ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എൻ്റെ ഫേവറേറ്റ് നെയ്ച്ചോറും ബീഫും. ഈ നെയ്ച്ചോറും ബീഫും എന്ന് പറഞ്ഞാൽ ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ടാവില്ല. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട റെസിപ്പിയാണ്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു നിങ്ങളെയും കൂടെ ഒന്ന് കാണിച്ച് തരാമെന്ന്, എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. ഇത് ബീഫ് കറി എപ്പോഴും ഉണ്ടാക്കുന്ന പോലെയല്ല, ഇച്ചിരി ഒന്ന് മാറ്റി പിടിച്ചിട്ടുണ്ട്. ഇതിന് ആദ്യമായിട്ട് വേണ്ടത് 2 വലിയ സവാള, ഒരു വലിയ തക്കാളി, ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ ഒരു 4 പച്ചമുളക് കീറിയിട്ട്, പിന്നെ കറിവേപ്പില. അതിനുള്ള ആവശ്യാനുസരണം ഇട്ടോ, പ്രശ്നമില്ല. എത്ര ഇട്ടാലും കൂടിയാലും കുറഞ്ഞാലും. കൂടിയാൽ നല്ല ടേസ്റ്റാണ്. ബീഫിന് വെളിച്ചെണ്ണയും കറിവേപ്പില എന്ന് പറയുന്നത് എന്താ പറയുക, സ്റ്റാർ ഇൻഗ്രീഡിയൻറ്റ് എന്നൊക്കെ പറയില്ല, അതുപോലെയാണ്. പിന്നെ ഒരു കുക്കർ എടുക്കുക. അതിലോട്ടേക്ക് 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ ക്ലീൻ ചെയ്ത് വെച്ച ബീഫ് ഇട്ട് കൊടുക്കുക. പിന്നെ അതിലോട്ടേക്ക് സവാളയും പച്ചമുളകും തക്കാളിയൊക്കെ കട്ട് ചെയ്ത് സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഈ പൊടികളൊക്കെ ആഡാക്കി കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 4 സ്പൂൺ മുളക് പൊടി, അതിൽ 2 സ്പൂണ് നോർമൽ മുളക് പൊടിയും 2 സ്പൂൺ കശ്മീരി ചില്ലി പൗഡർ, പിന്നെ 2 സ്പൂൺ മല്ലിപ്പൊടി എടുത്തു, പിന്നെ 2 സ്പൂണ് ഗരം മസാല എടുത്തു, പിന്നെ ഒരു 1/2 ടീസ്പൂൺ പെപ്പർ. ഇത്രയാണ് എടുത്തിരിക്കുന്നത്. നോർമലി ഗരം മസാല ഇത്ര ഉപയോഗിക്കത്തില്ല, പക്ഷേ ഇത് കുറച്ച് സ്പെഷ്യലായ കാരണം 2 സ്പൂൺ ഗരം മസാല എടുത്തിട്ടോ. അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് സോൾട്ട് ഇട്ടിട്ട് കുക്കറിൽ വേവിക്കാൻ വെക്കുക. ഈ നേരത്ത് വെള്ളമൊന്നും ഇടണ്ട, അതിൽ തന്നെ വെള്ളം ഇറങ്ങി വരും. ഒരു വിസിലും ഒരു 20-25 മിനിറ്റ്സ് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു പാൻ എടുക്കുക, ഇച്ചിരി കോക്കനട്ട് ഓയിൽ വെളിച്ചെണ്ണ ഇട്ട് കൊടുക്കുക. നന്നായിട്ട് ചൂടാകുമ്പോൾ സവാള കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക. ഇത് കഴിഞ്ഞിട്ട് കറിവേപ്പിലയും പച്ചമുളകും കീറിയിട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്യുക. നന്നായിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്യാൻ, കരിഞ്ഞു പോരുത്. പിന്നെ ഒരു നല്ലൊരു ഗോൾഡൻ കളർ വരുമ്പോൾ നമുക്ക് ഇച്ചിരി ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും പെപ്പറും ഇട്ട് കൊടുക്കുക. പിന്നെ 1 ടീസ്പൂൺ സോയ സോസ് ഒഴിച്ചിട്ട് നന്നായിട്ട് ഫ്രൈ ആയിട്ട് ഈ വെന്ത ബീഫും മസാല ഇതിന് ഒഴിച്ചിട്ട് കറിവേപ്പില ഇട്ടിട്ട് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഓഫ് ചെയ്തിട്ട് വെക്കുക. നല്ല അടിപൊളി ബീഫ് കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി അതിൻ്റെ കൂടെ കഴിക്കാൻ നല്ല അടിപൊളി നെയ്ച്ചോറ് ഉണ്ടാക്കിയാലോ. അപ്പോൾ ഒരു പാൻ എടുക്കുക, അതിലൊരു 2 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിലും 1 ടേബിൾ സ്പൂണ് ഗീയും ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഇങ്ങനെ മിക്സാക്കി ഉണ്ടാക്കുമ്പോഴാണ് നല്ല ടേസ്റ്റായിട്ട് വരുന്നത്. അത് കഴിഞ്ഞിട്ട് ഈ മസാല ഇട്ട് കൊടുക്കുക. 2 സിനമൺ സ്റ്റിക്ക്, ഒരു 4 കാർഡമം, ഒരു ബേ ലീഫാണ് എടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് 2 സവാള ഇതിന് കുറച്ച് കൂടുതൽ വേണം. അതിൻ്റെ കൂടെ ഈ സവാളയുടെ കളറും മാറാൻ പാടില്ല കേട്ടോ. ഇതിൻ്റെ കളറ് മാറിയാൽ നിങ്ങളുടെ ചോറിൻ്റെ കളറും മാറും. നല്ല വൈറ്റായിട്ട് തന്നെ റൈസ് ഇരിക്കാൻ വേണ്ടി ഇതിന് ചെറിയ തീയിലിട്ടിട്ട് ഫ്രൈ ചെയ്യണം കേട്ടോ. കുറച്ച് സമയം എടുത്തിട്ട് ഫ്രൈ ചെയ്യണം. വലിയ തീ ഉണ്ടാക്കിയിട്ട് ഫ്രൈ ചെയ്താൽ ഇതിൻ്റെ കളർ മാറിയിട്ട് ചോറ് കുറച്ചൊരു യെല്ലോ കളറിലേക്ക് മാറും. അതുകൊണ്ട് ഇതൊരു പിങ്കിഷ് അല്ല, അതിനെക്കാട്ടി കുറച്ച് എന്താ പറയുക, ബ്രൗൺ ആവരുത്. അങ്ങനെ ഫ്രൈ ആകുമ്പോഴാണ് ഈ വെള്ളം ഇട്ട് കൊടുക്കേണ്ടത്. ഞാനിവിടെ 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം അങ്ങനെയാണ് എടുത്തിരിക്കുന്നത്. നോർമലി എല്ലാവരും എടുക്കുന്ന പോലെ തന്നെ. പിന്നെ ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പ് കുറച്ച് കൂടുതൽ തന്നെ വേണം. അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് തിളക്കുമ്പോൾ ജീരകശാല നെയ്ച്ചോറിൻ്റെ അരിയിട്ട് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് ഇങ്ങനെ തിളച്ച് വരുമല്ലോ, അപ്പോഴാണ് മൂടിക്ക് എടുക്കേണ്ടത് കേട്ടോ. ആദ്യം തന്നെ മൂടിയിട്ട് വെക്കരുത്, ചോറിൻ്റെ ടെക്സ്ചറൊക്കെ മാറും. പിന്നെ നന്നായിട്ട് ബോയിലായിട്ട് വെള്ളം വറ്റിയിട്ട് വരുമ്പോൾ തീ ഓഫാക്കി കൊടുക്കുക. ഓഫ് ചെയ്തിട്ട് ഒരു 15 മിനിറ്റ് അങ്ങനെ തന്നെ വെക്കണം. ഇടയിൽ സ്പൂണൊക്കെ ഇട്ട് കൊടുക്കരുത്. അങ്ങനെ വിടുമ്പോൾ നന്നായി ഫ്ലഫി ആയിട്ട് നല്ലൊരു ചോറ് കിട്ടും. പിന്നെ ഇത് നല്ല ബീഫിൻ്റെ കൂടെ കഴിക്കാൻ അടിപൊളിയാണ് കേട്ടോ. ഒന്ന് ട്രൈ ചെയ്തിട്ട് കമൻസിൽ അറിയിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക. പിന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. താങ്ക് യു സോ മച്ച്.